ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ നമ്മളൊരു പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു പ്ലാസ്റ്റിക് അടപ്പും എടുത്തിട്ടുണ്ട്. ഈ അടപ്പെന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഫുഡ് മേടിക്കുമ്പോൾ നമ്മൾ കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു പാത്രത്തിൻ്റെ അടപ്പാണിത്. അപ്പോൾ അതാണ് എടുത്തിരിക്കുക. അതിന് പകരം നമുക്ക് ഐസ്ക്രീം പാത്രത്തിൻ്റെ അടപ്പുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഏതെങ്കിലും പാത്രത്തിൻ്റെ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൻ്റെ അടപ്പുണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ കാർഡ്ബോർഡ് പീസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി ജ്യൂസിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് പ്ലാസ്റ്റിക് ബോട്ടിലും എടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ജ്യൂസിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. അപ്പോൾ ഇത് കുറച്ച് ഞാനൊന്ന് പകുതി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് സിമെൻറ്റ് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. വൈറ്റ് സിമെൻറ്റിന് പകരം നിങ്ങൾക്ക് ഒന്നെങ്കിൽ എയർ ഡ്രൈ ക്ലേ അല്ലെങ്കിൽ മോൾഡിറ്റ് ഒക്കെ എടുക്കാം. പക്ഷേ മോൾഡിറ്റും എംസിയിലും ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് അധികം വേണം കേട്ടോ. അപ്പോൾ അത് വേണ്ടതാണ്. അപ്പോൾ അത് നോക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് ഞാനൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു വൈറ്റ് സിമെൻറ്റ് കുഴച്ച ആ ഒരു ചപ്പാത്തി കുഴച്ചിരിക്കുന്ന ആ ഒരു പരുവത്തിലിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കുറച്ച് കട്ടിയിൽ പരത്തിയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. നമുക്ക് കുറച്ച് കട്ടി ആവശ്യമുണ്ട്. ഒട്ട് തിന്നായി പോകാൻ പാടില്ല, കട്ടി കുറയ്ക്കരുത്, കുറച്ച് കട്ടിയിൽ വേണം. എന്നിട്ട് നമ്മളിതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഇത്രയും നീളം നമുക്ക് വേണ്ട. അപ്പോൾ അതിന് ഞാനിപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ഒരു ഭാഗം ഒരു ലെയർ ഫുൾ ഒട്ടിച്ചതിന് ശേഷം ഞാനതൊന്ന് ഷെയ്പ്പ് വേണ്ട, കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കരുത്. അതൊന്ന് ഇങ്ങനെ വളഞ്ഞ് ഇരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് ബോട്ടിൻ്റെ ആ പ്ലാസ്റ്റിക് അടപ്പുണ്ടല്ലോ, അതിൽ നിന്ന് ഞാൻ ആ ഒട്ടിച്ച ഭാഗം എടുത്തിട്ട് അതിലോട്ട് വൈറ്റ് സിമെൻറ്റ് വെള്ളം തൊട്ട് നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കണം. എന്നിട്ട് ബോട്ടിൽ വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. ഞാൻ ആദ്യം ഒട്ടിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ വൈറ്റ് സിമെൻറ്റ് നേരെ വെള്ളം തൊട്ട് തേച്ചതിന് ശേഷം ഈ ബോട്ടിൽ വെച്ച് പ്രസ് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ അത് ഉണങ്ങി വരുമ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇപ്പം നമ്മൾ വൈറ്റ് സിമെൻറ്റ് ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞു. അത് ബോട്ടിലും കവർ ചെയ്തു, എന്നിട്ട് നമ്മൾ അടപ്പിലും കവർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് ഉണങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഒരു പിന്നോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വടിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലത്തെ കോലോ എന്താണെന്ന് വെച്ചിട്ട് നമ്മളൊന്ന് വരഞ്ഞു കൊടുക്കണം. വരഞ്ഞൊരു പരിപാടിയാണ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിതൊന്ന് ആ അടപ്പിൻ്റെ ഭാഗം ഒക്കെ നമ്മളൊന്ന് കുത്തിയും കൊടുക്കണം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഇതുപോലെ വരഞ്ഞു കൊടുത്തു. പിന്നെ അടപ്പിൻ്റെ ആ ഒരു വൈറ്റ് സിമെൻറ്റ് കുത്തിയും കൊടുത്തു. കുത്തി ഇങ്ങനെ ഒരു ഷേപ്പ് ഇല്ലാത്ത രീതിയിലും കൊടുത്തിട്ടുണ്ട്. അതിന് ടൂത്ത് പിക്ക് എന്തെങ്കിലും മതി, കോലോ എന്തെങ്കിലും മതി. നമ്മൾ കത്തിയുടെ അറ്റോ ഒക്കെ എടുത്തിട്ട് ഉപയോഗിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഇതാണ് പ്ലാസ്റ്റിക് അടപ്പ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ശരിയാക്കി എടുക്കാനാണ്, കാരണം വൈറ്റ് സിമെൻറ്റ് എല്ലായിടത്തും ആയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത ഒരു പരിപാടി ചെയ്യുന്നത്, നമ്മൾ മോൾഡിറ്റ് എടുത്തിട്ടുണ്ട്. മോൾഡിറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടി ഒരു എന്താ പറയുക, ഒരു തടി പോലെ എടുത്ത് വെക്കണം. ആ തടി നമ്മൾ കട്ട് ചെയ്താൽ, നമ്മൾ വലിയൊരു തടിയിൽ ചെറിയ കൊമ്പുകൾ കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, അതുപോലെ നമ്മളിതൊന്ന് വട്ടത്തിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന മോൾഡിറ്റാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മോൾഡിറ്റായിരിക്കും എപ്പോഴും എളുപ്പം, കാരണം വൈറ്റ് സിമെൻറ്റ് കുറേ എടുത്ത് വെക്കണ്ട. ഇങ്ങനെ കട്ടിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മോൾഡിറ്റ് ചെറുതായിട്ടൊന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പരിപാടി എളുപ്പം കഴിയും. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് അതിൻ്റെ ഉള്ളു ഇച്ചിരി കട്ടിക്ക് കൊടുക്കണം. എന്നിട്ട് ഉള്ളിലൊരു ഹോള് പോലെ ഇട്ടതിന് ശേഷം നമ്മൾ കുത്തിട്ടും കൊടുത്തിട്ടുണ്ട്. കുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊരു ഷേപ്പ് ഇല്ലാത്ത രീതിയിൽ ഇരിക്കാൻ വേണ്ടി, തടിയുടെയൊക്കെ കഷ്ണങ്ങൾ കണ്ടിട്ടില്ലേ, അതില്ലാതെ ഇരിക്കുക, ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആ കുത്തിട്ട് കൊടുത്തത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട്, ഇത് മോൾഡിറ്റാണ് കേട്ടോ, മോൾഡിറ്റാണ് എടുത്തത്. ഇതിന് എംസിയിൽ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ എടുക്കാം. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഒരു അടപ്പ് പോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്നത് നമ്മൾ മഷ്റൂമില്ലേ, കൂണാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ അടപ്പ് പോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞ് ഒരു അടപ്പ് പോലെ എടുത്ത് ഷേപ്പ് ചെയ്ത് വെക്കുക. കുറച്ച് കട്ടിയിൽ ചെയ്യണം കേട്ടോ. ഒരു വലിയ ബോൾ എടുത്തിട്ട് അങ്ങനെ കുഴിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടപ്പായി. അപ്പോൾ ഞാനതിങ്ങനെ തിരിച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കോലായിട്ട് അത് ആ മഷ്റൂമിൻ്റെ തണ്ടാക്കാൻ കുറച്ചൊന്ന് തിരുമ്മിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മഷ്റൂമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു ബോർഡിലോട്ടോ എടുത്ത് വെച്ചാൽ മതി. അത് ഉണങ്ങുമ്പം കറക്റ്റ് ആയിക്കോളും.
ഇനി നമ്മൾ അടുത്ത പരിപാടി ഈ ഒരു തടിയിൽ ചുറ്റി ചുറ്റി നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാനുണ്ട്. ചുറ്റി ചുറ്റിയായിട്ട് നമുക്ക് കുറച്ച് തണ്ടുകളും വള്ളികളും പൂക്കളും ഒക്കെ വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മോൾഡിറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടിയും കുറച്ച് ഇലകളും ഒക്കെ കൊടുക്കുകയാണ്. നമ്മൾ ചുരുട്ടാൻ വലിയ പാടില്ല, ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കൈകൊണ്ട് തിരുമ്മി ചുരുട്ടിയിട്ട് ചുറ്റി വളച്ചൊക്കെ കൊടുക്കുക. അത് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ ക്ലേ, അതായത് കുപ്പി ഉള്ള വൈറ്റ് സിമെൻറ്റ് ഒട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് അത് നമ്മൾ ക്ലേ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇടയ്ക്ക് ചെറിയ ചെറിയ ഇലകൾ, പൂക്കൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കാം. ഇലയ്ക്ക് വലിയ പാടില്ല, ചെറിയൊരു ബോൾ എടുക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക, നേരെ ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ പൂക്കൾ ഞാൻ നേരെ ഒരു പൂവായിട്ടല്ല ചെയ്യണേ, ഒരു ഫ്ലവറിൻ്റെ രൂപത്തിലിരിക്കാൻ വേണ്ടി ഒരു ബോൾ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം കുത്തിട്ട് കൊടുത്താൽ മതി. കുത്തിട്ട് കൊടുക്കുമ്പോൾ നമ്മളത് കളർ ചെയ്യുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് അത് പൂവായിട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഇനി ഈ അടപ്പിൻ്റെ മുകളിൽ ഞാനൊരു പരിപാടിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വൈറ്റ് സിമെൻറ്റ് കുറവായതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ക്ലേയും കൂടെ വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷമാണ് കുത്തിട്ട് കൊടുത്തത്. ഒന്നും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ആ അടപ്പ് ഫുൾ കവർ ചെയ്തു, വൈറ്റ് സിമെൻറ്റ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലേ വെച്ചിട്ടും കൂടെ കുത്തിട്ട് അതിൻ്റെ ഷേപ്പാക്കി വെച്ചിട്ട് അപ്പോൾ ഫുൾ നമ്മൾ ആ അടപ്പ് കവർ ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ കൂൺ ശരിയാക്കുകയാണ്. ഒന്നുമില്ല, പെട്ടെന്ന് പരിപാടി കഴിയും. അതിൻ്റെ ആ ഒരു അടപ്പിലോട്ട് നേരെ ആ തണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക, എന്നിട്ട് അവിടെ വെക്കുക അത് ഉണങ്ങാൻ വേണ്ടി. ഇനി നമ്മൾക്ക് കുറച്ച് കളറിങ് പരിപാടിയാണ്. ഈ കളർ ചെയ്യുമ്പോൾ കറക്റ്റ് ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ റെഡും ബ്ലാക്കും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ തടിക്ക് കളർ ചെയ്ത് കൊടുക്കുന്നത്. ഇന്ത്യൻ റെഡ് ഫെവിഗ്രിലിൻ്റെ ആക്രിലിക് പെയിൻറ്റ്, അതായത് ഫെവിഗ്രിലിൻ്റെ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്യണത്. അത് കറുപ്പും അതുപോലെ ഇന്ത്യൻ റെഡും കൂടെ ഞാൻ അപ്പോൾ നമുക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്യണമെങ്കിൽ ചെയ്യാം കേട്ടോ. പക്ഷെ എനിക്ക് ആ ഇന്ത്യൻ റെഡും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തപ്പോൾ കറക്റ്റ് ഒരു തടിയുടെ ഒരു രൂപം കിട്ടിയത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മൾ ആ വള്ളികളും പൂക്കളും ഒഴിച്ചിട്ട് ബാക്കി എല്ലായിടത്തും കൊടുത്തു. അപ്പോൾ ശരിക്കും ആ തടിയുടെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ വരഞ്ഞു കൊടുത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു എന്താ പറയുക, ഒരു തടിയുടെ മുറിഞ്ഞ ഭാഗമുണ്ട്, അവിടെയൊക്കെ നമ്മൾ കറുപ്പും അതുപോലെ തന്നെ ബ്ലാക്കും ആ ഇന്ത്യൻ റെഡും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കൊടുക്കണം കേട്ടോ. ഇനി അടുത്തൊരു പരിപാടി നമുക്ക് ഗ്രീൻ കളർ കൊടുക്കുക എന്നുള്ള. ഗ്രീൻ കളർ കൊടുക്കാന്ന് വെച്ചാൽ നമുക്ക് ഏതാണ്, ലൈറ്റ് ഗ്രീൻ എടുക്കാതെ ഡാർക്ക് ഗ്രീൻ എടുത്തിട്ട് കൊടുക്കാൻ നോക്കുക. എന്നിട്ട് ആ തടിയോട് ചേർന്ന് നമ്മൾ ഫുൾ അങ്ങ് പെയിൻറ്റ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ 2 കളറ് ഗ്രീൻ എടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഒരെണ്ണം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. നല്ല ഡാർക്കായിട്ട് കൊടുക്കാം. അപ്പോൾ ആ തടിയോട് ചേർത്ത് കൊടുക്കുമ്പോൾ ആ ബ്രൗണും ഈ ഒരു ഗ്രീനും കൂടെ മിക്സ് ആകുമ്പോൾ ഒരു പ്രത്യേക കളറ് കിട്ടും. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇരിക്കണം. എന്നിട്ട് ഞാനിവിടെ ഇലകൾക്ക് വള്ളികൾക്കും ഒക്കെ പച്ച കളർ കൊടുക്കാൻ പോവാം. അപ്പോൾ ഞാൻ ഈ പച്ച കളർ എടുത്തപ്പോൾ പോളോയുടെ കളർ എടുത്ത് അക്രിലിക് പെയിൻറ്റ് കിട്ടി. അപ്പോൾ പോളോ ഞാൻ നേരത്തെ ഇന്ന് മുന്നേ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കളറാണ് കേട്ടോ, പച്ച. അപ്പോൾ അത് ഞാൻ ഇലകൾക്ക് കൊടുത്തിട്ട് സാധാരണ ഗ്രീൻ ഉണ്ടല്ലോ അത് ഞാൻ വള്ളികൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചുറ്റിപ്പടഞ്ഞ് ഇങ്ങനെ കിടക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അത് കുറേ കൂടുതലും നമുക്ക് വള്ളികളും പൂക്കളും ഇലകളും ഒക്കെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. ഞാൻ അധികം അങ്ങോട്ട് ചുറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ആ ഒരു മുറിഞ്ഞ കഷ്ണം ഉണ്ടല്ലോ തടി, ആ ഒരു ഭാഗം മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഇലകൾ, തണ്ടുകൾ, ഇനി പൂക്കൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിന്നോ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒരു ബോൾ ഉണ്ടാക്കിയതിന് ശേഷം കുത്തിട്ട് കൊടുത്താൽ മതി. ഭയങ്കര വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കുമ്മിൾ അല്ലെങ്കിൽ കൂണ് അല്ലെങ്കിൽ മഷ്റൂം, അത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിൻ്റെ കളറൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. റെഡ് കൊടുക്കും, അതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ഡോട്ടിട്ട് കൊടുക്കും, വൈറ്റ് കളറിലെ തണ്ടും കൊടുക്കും. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കളർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നീട് ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക, കാരണം ക്ലേ ഒക്കെ എല്ലാം ഒട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രസ് ചെയ്ത് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ആ തണ്ടിന് വൈറ്റ് കളറും കൂടെ കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനാണ് തണ്ടിനും ആ ഡോട്ടും ഒക്കെ വൈറ്റ് കളർ പിന്നീടാണ് കൊടുക്കുന്നത്. ഇതൊക്കെ ഓരോന്നും ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പം അങ്ങ് നേരെ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ ഓരോന്ന് പതിയെ ചെയ്താൽ മതി. ഉണങ്ങിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കണ്ടില്ലേ, ആ ഒരു തടി മുറിഞ്ഞ ഭാഗമൊക്കെ കുറച്ച് കളർ കൂടുതൽ കൊടുത്തപ്പോൾ അത് ശരിക്കും തോന്നും നമുക്ക് ആ മുറിഞ്ഞ കളർ, അല്ലെങ്കിൽ കൂട് പോലെയൊക്കെ തോന്നും, ഒരു തടി മുറിച്ച പോലെയും. അതുപോലെ അതിൻ്റെ സ്ട്രക്ചർ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും.
അതിനാണ് നമ്മൾ ആ വരഞ്ഞ് കത്തിയോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ കൊണ്ട് വരഞ്ഞൊക്കെ കൊടുക്കാൻ പറയുന്നത്, ആ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ അടപ്പിൽ കൊടുത്തിരിക്കുന്നത് വൈറ്റ് സിമെൻറ്റും ക്ലേയും കൂടെ ഞാനിങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുത്തു കൊടുത്തു. അപ്പോൾ ആ ഒരു തടിയുടെ ഒരു പച്ചപ്പും അതൊക്കെ കാണാനൊരു പ്രത്യേക ഒരു ഭംഗി കിട്ടും. ആ ഒരു ഇത് കൊടുത്തതാണ് കുത്തിട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് പരിപാടി അങ്ങനെ ഭയങ്കര വലിയ രീതിയിലൊന്നും നമുക്ക് ചെയ്യണ്ട. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്ലാസ്റ്റിക് ബോട്ടിലും ഒരു പ്ലാസ്റ്റിക് അടപ്പും ഉണ്ടെങ്കിൽ പടീന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക.